മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013. നമ്മുടെ ആക്ട് ഏതാണ്? കമ്പനീസ് ആക്ട് 2013 ആണ്. സോ മൊഡ്യൂൾ 1 മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ, കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, എന്താണ് ഒരു കമ്പനി, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, എത്ര ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ കൈൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞില്ലേ, അതിന് 2 കൈൻഡ്സ് ആണ്, പ്രൈവറ്റും പബ്ലിക്കും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കുമല്ലോ അത് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ. യെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കാണാൻ പോകുന്ന പോലെ നമുക്കിനി പറഞ്ഞ് സമയം കളയണ്ട, നമുക്കിനി റിവിഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ആക്ട് 2000, കമ്പനീസ് ആക്ട് 2013, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ഇത്. ഫീച്ചേഴ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ വരും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിക്കാം. ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴും ഇയർ കൂടെ ചേർത്ത് നമ്മൾ പറയണം കേട്ടോ. സോ എഴുതുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ് എങ്കിൽ, ഒരു 6 മാർക്സ്, നിങ്ങൾക്ക് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ടോ? സോ 6 മാർക്സിന് ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതും? നമ്മൾ ഈ താഴെ കാണുന്ന പോയിന്റ്സ് ആണ് നമ്മൾ എഴുതുന്നുണ്ടാവുക. സോ താഴെ പറയുന്നതാണ് കമ്പനീസ് ആക്ട് 2013ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ OPC, അതായത് 1 പേഴ്സൺ കമ്പനി എന്നുള്ളത്. എന്താണ് 1 പേഴ്സൺ കമ്പനി എന്നുള്ളത്? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാലോ. ഇല്ല, എത്ര മാർക്കാണുള്ളത്? പിന്നെ എത്ര മാർക്കിനാണ് വരിക? നോർമലി നിങ്ങൾക്ക് എത്ര മാർക്കിനൊക്കെയാണ് വരിക? 5 മാർക്സിന് ഉണ്ടാവുള്ളൂ. 5 മാർക്സിൻ്റെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു 8 മാർക്സിന് ചോദിക്കാൻ സ്കോപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്ര കാര്യങ്ങളുണ്ട് ഇതിൽ. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ 1 പേഴ്സൺ കമ്പനി എന്താണ്, OPC എന്താണ് എന്നുള്ളത്. പേജ് ഒരു 2 പേജ് 4 പേജൊക്കെ എഴുതുമോ? നോ 6. ഓക്കെ, 6 നേരെ 8. പോയിന്റ്സ് എല്ലാം ഉണ്ടാവണോടാ. ഇത്ര പേജ് കവർ ചെയ്യണം എന്നുള്ളതിനേക്കാൾ എന്നാലും ഒരു പേജൊക്കെ എഴുതി വരുമ്പോഴത്തേക്കിനും ഒരു പേജിലൊക്കെ കൂടുതൽ കാണും. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ഒരു 2 പേജ് ഫുള്ളുണ്ട്. സോ ഇത്രയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. പോയിന്റ്സ് മതി. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? OPC ആണ് ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് ചോദിക്കുകയാണെങ്കിൽ OPC. കമ്പനീസ് ആക്ടിൽ വന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്പനിയാണ് OPC, അല്ലെങ്കിൽ 1 പേഴ്സൺ കമ്പനി. ഓക്കെ, സ്പീഡിൽ നമുക്ക് പാചകം ചെയ്യാം. ഓക്കെ, 1 പേഴ്സൺ കമ്പനി എന്താണ്? ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് 1 പേഴ്സൺ കമ്പനി. 1 പേഴ്സൺ കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ 1 ഡയറക്ടർ ആൻഡ് 1 ഷെയർ ഹോൾഡർ ആയിരിക്കും ഉണ്ടാവുക. 1 പേഴ്സൺ കമ്പനി പേരെന്താണോ അതുപോലെ തന്നെ. സോ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR എന്ന് പറയുന്നത് എവറി ക്വാളിഫയിങ് ആയിട്ടുള്ള കമ്പനി ഉണ്ടാവും. ഈ CSR ഫോളോ ചെയ്യേണ്ട ക്വാളിഫയിങ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് ഉണ്ടാവും. സോ ആ കമ്പനീസ് എന്ത് ചെയ്യണം? ഹാസ് ടു അപ്പോയിന്റ് CSR ഒരു കമ്മിറ്റി ഫോം ചെയ്യണം എന്നുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. അത് കമ്പനീസ് ആക്ടിൻ്റെ ഒരു സൈലന്റ് ഫീച്ചേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. Okay, National Company Law Tribunal, NCLT. The Companies Act 2013 introduced in the NCLT. ഒരു ട്രിബ്യൂണലിനെ അവർ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റീപ്ലേസ് ദ കമ്പനി ലോ ബോർഡ് ആൻഡ് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റിക്കൺസ്ട്രക്ഷൻ. അതായത് ഈ ട്രിബ്യൂണൽ ലോ എന്നൊക്കെ ബോർഡ് എന്നൊക്കെ പറയുന്നത് വെക്കുന്നത് മെയിനായിട്ട് നമ്മുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്, ആ ഒരു ഏരിയ ഓഫ് വർക്കിന് സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ലോ ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് അവർ. ആൻഡ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ന്യൂ കൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് എ ന്യൂ കൺസെപ്റ്റ്. എന്താണ്? ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. CAS നമ്മൾ എല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കും. NCLT, CSR, ഇത്രയത്തിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. OPC, CSR, NCLT, SAS അല്ലെങ്കിൽ CAS അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം. CAS അതൊരു ന്യൂ കൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് നോൺ ആസ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ വ്യൂ. എന്തിനു വേണ്ടിയിട്ടാണ്? മേക്കിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ഷെയർ ഹോൾഡേഴ്സ് മോർ ഇൻഫോംഡ് ആൻഡ് നോളജബിൾ കോൺഷ്യസ് ഓഫ് ദെയർ റൈറ്റ്സ്. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റ്സിനെ പറ്റി അവർ
എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം, അറിവുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി വന്നിട്ടുള്ളതാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റ്. അതും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കമ്പനീസ് ആക്ട് 2013 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്രോസ് ബോർഡർ മെർജർ, അതിൻ്റെ CBM ക്രോസ് ബോർഡർ മെർജർ എന്ന് വെച്ചാൽ എന്താണ്? ആക്ട് നൗ പെർമിറ്റ്സ് ക്രോസ് ബോർഡർ മെർജർ ഇൻ ബോത്ത് വേസ്. അതായത് ഫോറിൻ കമ്പനിക്ക് ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ടും അതിൽ തിരിച്ചു തന്നെ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കമ്പനി ആയിട്ടും മെർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് RBI. RBIയുടെ പ്രയർ പെർമിഷനോട് കൂടി മാത്രമേ CBM പറ്റത്തുള്ളൂ. CBM എന്താണ്? ക്രോസ് ബോർഡർ മെർജേഴ്സ്. ഓക്കെ, ദെൻ വന്നിട്ടുള്ളത് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് അറിയാമോ? ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിങ്സ്. അതായത് കമ്പനിയുടെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയീസ് ഈ മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ സാധ്യതയുണ്ടല്ലോ, ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ സാധ്യത, ആ ഒരു സംഭവത്തിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഡയറക്ടേഴ്സ് ആൻഡ് KMP, അതായത് കീ മാനേജറിയൽ പേഴ്സൺ. നമ്മളുടെ ഒരു കമ്പനിയുടെ വളരെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ് കീ മാനേജറിയൽ പേഴ്സൺസ് ആൻഡ് ഡയറക്ടേഴ്സ്. അവരുടെ കയ്യിൽ എന്തുണ്ടാവും? പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് കമ്പനിയുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവരുടെ കയ്യിൽ ഉണ്ടാവും. സോ അതിന് എന്ത് ചെയ്യുന്നു? അവർ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ സ്ട്രിക്ട് റൂൾ ഫോർ ഓഡിറ്റേഴ്സ്. ഓഡിറ്റിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സിൻ്റെ കയ്യിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അവരാണല്ലോ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തൊരു ഒപ്പീനിയൻ പറഞ്ഞു. ആ ഒരു ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, നമ്മളുടെ ബാക്കി ലെൻഡേഴ്സ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സിന് സ്ട്രിക്റ്റ് റൂള് ഈ കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഓഡിറ്റേഴ്സ് എന്ന് എഴുതാം. ഇൻസൈഡർ ട്രേഡിംഗ് IT. സോ ഓക്കെ, ഏതൊക്കെയായിരുന്നു? OPC, CSR, NCLT, CAS, CBM, ദെൻ IT ആൻഡ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന് സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റൂൾ എന്തെങ്കിലും ഈ കമ്പനീസ് ആക്ടിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻസ്, കമ്പനീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള റൂൾസിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഓഡിറ്റേഴ്സ് വരുത്തിയാൽ അവർക്ക് എന്തുണ്ടാവും? പണിഷ്മെൻറ്റ് ഉണ്ടാവും. ഇംപ്രിസൺമെൻറ്റ് മേ എക്സ്റ്റെൻഡ് ടു 1 year. അതുപോലെ തന്നെ എന്താണ്? ഫൈൻ ഉണ്ടാവും. ഫൈൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ അപ് ടു എത്ര? 1 lakh. അത് 25 lakh വരെ പോകാവുന്നതാണ്. 1 lakh തൊട്ട് 25 lakh വരെ പോകും. ഓക്കെ, സോ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ഷാൽ ബി ഫോർ 5 years. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, ബോൾഡ് ചെയ്തിട്ടുള്ളത്. സോ ആ പോയിന്റ്സ് ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, ഇഫ് ദ ഓഡിറ്റർ ആക്ട്സ് വിൽഫുള്ളി, അവർ മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിലുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ ഇൻ റിലേഷൻ ടു ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ നമ്മുടെ നോർമൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജനുവരി ടു ഡിസംബർ ആണ്. ഒരു കലണ്ടർ ഇയർ നോക്കുമ്പോൾ നമ്മുടെ ഇയർ എന്ന് പറയുന്നത് ഒരു ഫുൾ ഇയർ എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇയർ എൻഡിങ് അല്ലെങ്കിൽ ഒരു ഇയർ ബിഗിനിങ് എന്ന് പറയുന്നത് 1st April തൊട്ട് 31st March വരെയാണ് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അതും എങ്ങനെയാണ്? കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുള്ളത്. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ കൈൻഡ് ഓഫ് കമ്പനി. നമ്മൾ നേരത്തെ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. അതിൽ പ്രൈവറ്റ് കമ്പനിയുടെ എത്ര പേരാണ് മിനിമം മെമ്പേഴ്സ് അല്ലെങ്കിൽ മാക്സിമം എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഇജാസിന് അറിയോ? ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എത്ര പേരാണ് മിനിമം മെമ്പറായിട്ട് ഉണ്ടാവേണ്ടത്, അതുപോലെ തന്നെ മാക്സിമം മെമ്പറായിട്ട് എത്ര പേരാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയുടെ കേസിലും പ്രൈവറ്റ് കമ്പനിയുടെ കേസിലും പബ്ലിക് കമ്പനി നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. സോ ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും, ഈ മെയിൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. യെസ്, അതുകൊണ്ട് എല്ലാവരും ആൻസർ ചെയ്തേ. So number of members in case of private company maximum and minimum, and also in case of public company maximum and minimum. എല്ലാവരും പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ദെൻ എൻറിച്ച്മെൻറ്റ് പ്രൊവിഷൻ എന്ന് വെച്ചാൽ അതായത് ആർട്ടിക്കിൾ മേ പ്രൊവൈഡ് ഫോർ മോർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൻഡ് റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയേഴ്സ് ദാൻ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഓൾട്ടറിങ് സർട്ടൻ പ്രൊവിഷൻസ് ഓഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദറ്റ് പ്രൊവിഷൻസ് ക്യാൻ ബി ഓൾട്ടർഡ് ഓൺലി ഇഫ് എഗ്രീഡ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ
കമ്പനി ഇൻ റൈറ്റിംഗ്. അതാണ് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ പ്രൈവറ്റിന് 2 മെമ്പേഴ്സ് ആണ്. അപ്പോൾ പബ്ലിക്കിനാണെങ്കിലോ മാക്സിമം കൂടെ പറയണേ. ഓക്കെ, ഇനി ഒരു ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടി എവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് മെമ്പേഴ്സ്. പിന്നെ ഒരു ഡൗട്ട് വരാം, 8 മാർക്കിന് ആണ് ചോദിക്കുന്നത് എങ്കിൽ 8 പോയിന്റ് എഴുതിയാൽ മതിയോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഏതെങ്കിലും ഒരു 10 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. എന്തെങ്കിലും ഒരു 10 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുക. ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് മറന്നാൽ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ്. ഇനി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനീസ്. ഒരു കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് എല്ലാം നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഓരോ സെക്ഷനിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സെക്ഷൻ എന്ന് പറയുന്നത് 166 ആണ് ഓഫ് കമ്പനീസ് ആക്ട് 2013 ബേസ്ഡ് ഓൺ ദ കേസ് ലോ. ഡ്യൂട്ടീസ് എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? എവിടെ? കമ്പനീസ് ആക്ട് 2013. എവിടെ? കമ്പനീസ് ആക്ട് 2013 പബ്ലിക് അൺലിമിറ്റഡ്. ഓക്കെ. ഓക്കെ. കോമ്പസിഷൻ ഓഫ് ബോർഡ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് എന്ന് പറയുന്ന ഇവിടെ മെയിൻ കാര്യങ്ങൾ ഈ ഹെഡ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉള്ളൊരു കമ്മിറ്റിനെയാണ് ബോർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ കോമ്പസിഷൻ, അവിടെ ആരൊക്കെ ഉണ്ടാവണം, ഏതൊക്കെ ഒരു പൊസിഷനിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, അതും എവിടെ പറഞ്ഞിട്ടുണ്ട്? കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. നമ്മൾ എന്താണ് ഇപ്പോൾ പറയുന്നത്? സൈലന്റ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അങ്ങനെയെന്ന് വെച്ചാൽ അവിടെ കമ്പനീസ് ആക്ട് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഉണ്ടാവണം. കമ്പൽസറി അപ്പോയിൻമെന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു വുമൺ ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിലേതെങ്കിലും ഒരാളെങ്കിലും സ്റ്റേ ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ റെസിഡന്റ് സ്റ്റേ ഇൻ ഇന്ത്യ ആയിരിക്കണം ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 182 days ഇൻ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ ഇയർ നോക്കുന്ന സമയത്ത്, ഇപ്പം ഈ ഇയർ എന്ന് പറയുന്നത് 2025, 24 നോക്കുമ്പോഴത്തേക്കിനും ഒരു ഇയർ 182 days കൂടുതലെങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും നമ്മുടെ ഈ ബോർഡിൽ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ളതുണ്ട്. ദെൻ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 year ആയിരിക്കും. ഒരു ബോർഡ് കമ്മിറ്റി മാറി വരാനുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് 1 year ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ മെയിൻ പോയിന്റ്സ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ബോർഡ്. നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? പിന്നെ നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗിൽ നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യങ്ങൾ, റിലേഷൻ, അതിൻ്റെ തമ്മിലുള്ള റിലവൻറ്റ് പ്രൊവിഷൻസ് കാര്യങ്ങളെല്ലാം എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനീസ് ആക്ടിൽ അതിനുള്ള സെർട്ടൻ പ്രൊവിഷൻസ് ഉണ്ട്. മിനിമം 7 days നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവണം എല്ലാ ഡയറക്ടേഴ്സിനും. ഓക്കെ, അവർ ഇന്ത്യയിലുള്ള ആളാണോ പുറത്തുള്ള ആളാണോ പ്രശ്നമല്ല, കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. സോ ഒരു 13 പോയിന്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 10-11 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു എത്ര മാർക്കിനാണ്, 8 മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 9 പോയിന്റ്സ് കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു 9-10 പോയിന്റ്സ് എഴുതാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, സോ ദെൻ നമുക്ക് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് കമ്പനി, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പനീനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2, അതായത് നമ്മളുടെ ആക്ടിൽ 2ലാണ്, സെക്ഷൻ 2ലാണ് ഡെഫിനിഷൻസ് എല്ലാം പറയുന്നത്. ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ 20 സെക്ഷൻ 2ലാണ് എല്ലാ ടേംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ടിൽ നമ്മൾ കവർ ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെയും ഡെഫിനിഷൻസ് കൊടുക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ആണ്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 പറയുന്നത് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? means a company incorporated under this act or under any previous company law. ഈ ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രീവിയസ് ഇതിന് മുന്നേ എക്സിസ്റ്റൻസിൽ ഉണ്ടായിരുന്ന ആക്ടും പ്രകാരം ആയിരിക്കുന്ന ഒരു കമ്പനിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത് എന്ന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ എ കമ്പനി മീൻസ് എ കമ്പനി incorporated under this act അല്ലെങ്കിൽ any previous company law. സോ ഡെഫിനിഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡിഫൈൻ കമ്പനി എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ തന്നെ എഴുതണം, മീനിങ് എഴുതരുത്, ഡെഫിനിഷൻ തന്നെ എഴുതണം. വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനിങ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഡെഫിനിഷൻ ചോദിച്ചാൽ ഒരിക്കലും മീനിങ് എഴുതരുത്. ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ പക്ക ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ തന്നെ നമ്മൾ കൊടുക്കണം. സോ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ പെട്ടെന്ന് കമൻറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട്
പെട്ടെന്ന് കമന്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്ട് ഡിഫൈൻ കമ്പനി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 23-ാം തീയതി നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണ് ഇങ്ങനെ ഒരു ചോദ്യം. ഡിഫൈൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും എന്ന് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി കാണിച്ചേ. 1 മാർക്കിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? ഇങ്ങനെയാണോ എഴുതേണ്ടത്? കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ് വിച്ച് ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതൊരു വ്യക്തി, ഒരു പേഴ്സൺ ആണ്, പക്ഷെ എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ക്രിയേറ്റഡ്, എങ്ങനെയാണ് അത് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്? ബൈ ലോ ആണ് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. ഹാവിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടെ? ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ, അതുപോലെ തന്നെ സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീൽ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഡെഫിനിഷനായി നമ്മുടെ 1 മാർക്ക് നമ്മൾക്ക് സേഫ് ആയിട്ടുണ്ട്. സോ കമ്പനി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. അതിനകത്ത് എന്തുണ്ട്? വിച്ച് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, നിയമം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെയുള്ള പ്രത്യേകതകൾ എന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു കോമൺ സീല്, ഇപ്പം നമ്മളൊരു പേഴ്സൺ ആണ്, വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു ആസ് എ പേഴ്സൺ, ഒരു ഒറിജിനൽ പേഴ്സൺ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൂഫ് കാര്യങ്ങൾ, നമുക്ക് ആധാർ ഉണ്ട്, ID കാർഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ നമ്മുടെ ഒരു ഓതറൈസേഷൻ ആയിട്ട് സൈൻ ചെയ്യാറുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് നടന്നു വന്നിട്ട് പേനെടുത്തിട്ട് ഒപ്പിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു കമ്പനിക്ക് ഒരു കോമൺ സീലായിട്ട് ഒരു കോമൺ സീലും ഉണ്ടാവും. എന്തുകൊണ്ട്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് ഒരു കോമൺ സീല് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഒരു ഡെഫിനിഷൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ, മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചിരിക്കുക. സോ ഡിഫൈൻ കമ്പനി എന്ന് ചോദിച്ചാൽ, ഇൻ കേസ് മീനിങ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ അറിയാമെങ്കിൽ ഡെഫിനിഷൻ തന്നെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഒരിക്കലും ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ മീനിങ് എഴുതി വെക്കരുത്. മീനിങ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ എഴുതി വെക്കാം. ഓക്കെ, സോ ഇനി ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതുന്നത്? ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. ഇറ്റ് ക്യാൻ നെയ്തർ കമ്പൽ എ പേഴ്സൺ ടു ബിക്കം ഇറ്റ്സ് മെമ്പേഴ്സ് നോട്ട് ടു ഗിവ് അപ്പ് ഇറ്റ്സ് മെമ്പർഷിപ്പ്. അതായത് ഒരു കമ്പനിയിൽ ഒരാളെ മെമ്പർ ആവും, നീ വന്ന് മെമ്പർ ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. ഇനി ഒരാൾ മെമ്പറിനെ നമുക്ക് അങ്ങനെ നീ ഇനി മെമ്പർ ആയിട്ടിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വെറുതെ പറഞ്ഞു വിടാനായിട്ടും പറ്റത്തില്ല. സോ ഒരു വോളണ്ടറി ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണെന്നുള്ളത് നമ്മൾ ഡെഫിനിഷന് പറഞ്ഞില്ല. ആ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പല് ചെയ്യാനായിട്ട് പറ്റില്ല. മെമ്പേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നെയ്തർ കമ്പൽ എ പേഴ്സൺ ടു ബി മെമ്പർ ആവാനോ മെമ്പർഷിപ്പ് വിട്ടു കളയാനോ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. നമ്മൾ ഡെഫിനിഷൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഫീച്ചേഴ്സ് പഠിക്കുന്നത്. സോ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സും കൂടെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 8 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഡിഫൈൻ കമ്പനി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് 1 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 8 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഡെഫിനേഷൻ എഴുതണം. ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയല്ലേ നമ്മുടെ ഫീച്ചേഴ്സ്. എന്താണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്? ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. ആ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ്റെ പ്രത്യേകത എന്താണ്? അത് വോളണ്ടറി ആണ് അല്ലേ? സോ രണ്ടാമത് നമ്മൾ ഡെഫിനേഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെപ്പറേറ്റ് ലീഗൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. എന്തുണ്ട്? ഒരു കമ്പനിക്ക് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ ലാംഗ്വേജ് ആണ്, ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് ആണ്, ആക്ടിലെ വേർഡ്സ് ആണ്. സോ നിങ്ങളത് മസ്റ്റായിട്ട് നോട്ട് ചെയ്തിരിക്കണം. നിങ്ങളുടെ ആൻസറിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യണം. സോ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്താണ്? ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റിംഗ് ആണ് ആസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ only from the company and property of the company. They cannot sue individual
മെമ്പേഴ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസിലാണ് സൽമാൻ വേഴ്സസ് സൽമാൻ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്നുള്ളത്. കേസിനെ പറ്റി നമുക്ക് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ദെൻ ഒരു പെർപെച്വൽ സക്സഷൻ ഉണ്ടെന്ന് നമ്മൾ ഡെഫിനേഷൻ പഠിച്ചായിരുന്നു. അതായത് ഒരു നെവർ എൻഡിങ് ലൈഫാണ് എന്നുള്ളത്. ഇനി എല്ലാ മെമ്പേഴ്സും ഇല്ലാതായി മരിച്ചുപോയി എന്ന് വെച്ചോ, പക്ഷേ എന്നാലും ആ കമ്പനി എൻഡ് ചെയ്യുന്നില്ല. കമ്പനി എന്ത് ചെയ്യും? വിൽ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്, വൈൻഡിങ് അപ്പ് ആണ്. സോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താകുന്നത്? കമ്പനി അവസാനിക്കുന്നത്. അതുവരെ ഈ മെമ്പേഴ്സ് വന്നോ പോയോ നിന്നോ വെച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ എൻ അൺഫോർസീൻ ഫ്യൂച്ചർ. കമ്പനി ഹാസ് എ പെർപെച്വൽ സക്സഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ലൈഫിൻ്റെ സ്റ്റാറ്റസ് എന്തും ആയിക്കോട്ടെ, കമ്പനി എന്താവും? എക്സിസ്റ്റൻസിലാവട്ടെ. എക്സിസ്റ്റൻസ് അഫക്റ്റഡ് ഇൻ നോ വേ ഡെത്ത് ആയിക്കോട്ടെ. ഒരു മെമ്പർ മരിച്ചു, എല്ലാ മെമ്പേഴ്സും മരിച്ചു, അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഇൻസോൾവെൻ്റ് ആയി, പ്രശ്നമില്ല. കമ്പനി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ദർ ഇസ് എ കമൻട്രി ഫോർ ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് പെർഫെക്ഷൻ സക്സഷൻ ഓഫ് എ കമ്പനി. സോ ഇത്രയും പോയിന്റ് ഇത്രയും വരെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതിയോ? ദെൻ കമ്പനിക്ക് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്പനീസ് ജനറലി ലിമിറ്റഡ്. ഓരോ കമ്പനിയിൽ എങ്ങനെയാണ് കമ്പനിയിൽ ഒരാൾ മെമ്പർ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട്. സോ ഒരാൾ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ആൾക്ക് ആ കമ്പനിയിലുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് അയാൾ അക്വയർ ചെയ്തിട്ടുള്ള ഷെയറിൻ്റെ അത്രയുമാണ്. നമ്മൾ ഓൾമോസ്റ്റ് റിവിഷനാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരാൾ നമ്മുടെ കമ്പനിയിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ ആൾ അക്വയർ ചെയ്തിട്ടുള്ള ഷെയർസ് എത്രയാണോ അത്രയും ആ ഒരു ഷെയറിന് എത്ര രൂപ കൊടുക്കണം, അത്രയും ലയബിലിറ്റിയാണ് നോർമലി എവിടെ വരുന്നത്. ഇതിൻ്റെ പേര് ഷേബ എന്നാണെടാ, ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. നോർമലി എവിടെ വരുന്നത്? അർപ്പിത പറ. നോർമലി നമ്മുടെ എന്തായിരുന്നു പറഞ്ഞത്? ഒരു ഷെയർ ഹോൾഡറിന് അല്ലെങ്കിൽ ഒരു മെമ്പേഴ്സ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ മെമ്പേഴ്സ് ആണ് അല്ലേ. സോ മെമ്പേഴ്സിന് വരുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് നോർമലി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിച്ചത്? വോളണ്ടറി അസോസിയേഷൻ ആണ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്. പിന്നെ ഇതാണ് പഠിച്ചത്, ലയബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ് ലയബിലിറ്റി. ആരുടെ ലയബിലിറ്റി? മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. ഓക്കെ. Then transferability of shares. Right to transfer shares is a statutory right. It cannot be taken away from the provisions of articles. Articles എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇത് അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. സോ ആർട്ടിക്കിൾസിൽ നമുക്കൊരു സ്പെസിഫിക് റൂൾ വെച്ചിട്ട് ഇനി ഒരാൾ നമ്മളുടെ ഷെയർ വാങ്ങിയാൽ ആൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമം കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഒരു ഷെയർ നമ്മുടെ കമ്പനിയിൽ ഒരാൾ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ, അയാൾക്ക് തോന്നുന്ന ആൾക്ക് അയാൾക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. സോ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയുടെ മറ്റൊരു ഫീച്ചറാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. കമ്പനീസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ദ അതർ ദാൻ ദ നാച്ചുറൽ ബർത്ത്. പേഴ്സൺ എന്ന് പറയുമ്പോൾ നോർമൽ ബർത്തിലൂടെ ആണെന്ന് വിചാരിക്കരുത്. അതൊരു നമ്മൾ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ക്രിയേറ്റഡ് ബൈ ലോ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നാച്ചുറൽ പേഴ്സൺ അല്ല, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഇറ്റ് ഡസ് നോട്ട് പൊസസ് എ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്. ഒരു നാച്ചുറൽ പേഴ്സൻ്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് എ പേഴ്സൺ. എങ്ങനെ? ആർട്ടിഫിഷ്യൽ ആണ്, ലീഗൽ ആണ്. ഓക്കെ. ദെൻ ഒരു കോമൺ സീൽ. ഓൾ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ ഡയറക്ടേഴ്സ് മസ്റ്റ് ബി അണ്ടർ ദ കോമൺ സീൽ ഓഫ് കമ്പനി. കമ്പനിയുടെ ഒരു കോമൺ സീൽ, കമ്പനി ഓതറൈസേഷൻ ആണ് ഈ കോമൺ സീൽ എന്ന് പറയുന്നത്. സോ കമ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. നമ്മളൊരു ലീഗൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞല്ലോ. ഒരു ലീഗൽ പേഴ്സണ് കേസ് കൊടുക്കാനും കേസ് കൊടുക്കപ്പെടാനും, ഈ കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കപ്പെടാനും എന്തുണ്ട്? റൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനിയായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു സോൾ ട്രേഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടോ ഒക്കെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ക്യാപിറ്റൽ, അതായത് ഒരു സോഴ്സ് ഓഫ് ഫണ്ട് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? ഒരു കമ്പനി ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ വൈൻഡിങ് അപ്പ്. ഇറ്റ് ഇസ് എ പ്രൊസീഡിങ് ബൈ വിച്ച് കമ്പനീസ് ഡിസോൾവ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്പനിക്ക് പെർപച്വൽ സക്സഷൻ ആണെന്നുള്ളത്. അത് എപ്പോഴാണ് എൻഡ് ആവുന്നത്? വൈൻഡിങ് അപ്പിൽ അല്ലെങ്കിൽ ഡിസൊല്യൂഷനിലാണ് എൻഡ് ആവുന്നത്. സോ നമുക്ക് 10 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. വോളണ്ടറി അസോസിയേഷൻ പറ. ഇജാസ് ഇബ്രാഹിം പറ കേൾക്കട്ടെ. യദു പറ കേൾക്കട്ടെ. ഇത് പറ. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് 21-നാണ്. റെഡിയാക്കാം. ഇപ്പം നമുക്ക് 23-ാം തീയതി ഉള്ള എക്സാമിൻ്റെ
പഠിക്കാം. നമുക്കിനി 2 ദിവസം കൂടി ഇല്ലേ 21-ാം തീയതി എക്സാമിന്. സോ പറ കേൾക്കട്ടെ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്? വോളണ്ടറി അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, ലയബിലിറ്റീസ് ലിമിറ്റഡ് ആണ്. ആരുടെ? മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ റൈറ്റ് ആണ്. ആർട്ടിക്കിൾസിന് അത് ടേക്ക് അവേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. കോമൺ സീൽ ഉണ്ടായിരിക്കണം. ഡയറക്ടേഴ്സ് കമ്പനിയുടെ പേരിൽ എന്തൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടോ അവിടെ എന്തുണ്ടാവണം? കോമൺ സീൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും, കമ്പനിക്ക് വേറൊരാൾക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും. കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. യെസ്, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമുക്കൊരു കമ്പനി ഫോം ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, സീൽഡ് സ്പെല്ലിംഗ് SEAL ആണ്, SEAL ആണ്. ഓക്കെ, വൈൻഡിങ് അപ്പ്. ദെൻ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നതാണ് എന്ത്? കമ്പനിയുടെ ഒരു എൻഡ്, ഒരു പെർപ്പച്വൽ സക്സഷൻ അവസാനിക്കുന്നത് വൈൻഡിങ് അപ്പിലാണ്. സോ 10 ഫീച്ചേഴ്സ് ഉണ്ട്. 10 ഫീച്ചേഴ്സ് നമ്മൾ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കോ? ഇല്ല, ആ ഒരു മാർക്ക് നമ്മൾ എന്തായാലും കളയില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഇനി ഒരു സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഇപ്പം തന്നെ നമ്മളത് പഠിച്ചു പോവുകയാണ്. ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? കമ്പനിയുടെ ഡെഫിനിഷൻ പഠിച്ചു, അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചു. അതിൻ്റെ ആദ്യം നമ്മൾ കമ്പനിയുടെ സാലിയൻ ഫീച്ചേഴ്സ് പഠിച്ചു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? OPC ഉണ്ടായിരുന്നു, CSR ഉണ്ടായിരുന്നു, CBM ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഡയറക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ, ഓഡിറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ കൈൻഡ്സ് ഓഫ് കമ്പനി, ഏതൊക്കെ രീതിയിലുണ്ട് കമ്പനീസ് എന്നുള്ളത്. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി എന്നൊരു ചോദ്യം വന്നാൽ നമ്മുടെ ഉത്തരം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. സോ കമ്പനീനെ നമുക്ക് 3 അല്ല 4 അല്ല 5 6 രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ. എങ്ങനെയാണ് അത് ഇൻകോർപ്പറേറ്റ് ആവുന്നത് എന്ന രീതിയിൽ നോക്കിയിട്ട് നമുക്ക് കമ്പനീനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ലയബിലിറ്റി, ഓരോ കമ്പനീസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ആണെന്ന്. അതല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലയബിലിറ്റിയുടെ കേസിൽ നമുക്ക് എങ്ങനെ കമ്പനീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ, ഓണർഷിപ്പിൻ്റെ കേസിൽ, കൺട്രോളിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ നാഷണാലിറ്റിയുടെ ബേസിൽ നമുക്കറിയാലോ, ഫോറിൻ കമ്പനി, ഇന്ത്യൻ കമ്പനി. സിമ്പിൾ അല്ലേ? ഫോറിൻ കമ്പനി പുറത്തുള്ളതാണെങ്കിൽ ഫോറിൻ കമ്പനി, അകത്തുള്ളതാണെങ്കിൽ ഇന്ത്യൻ കമ്പനി. അത്രയും ഇപ്പം മനസ്സിലാക്കിയിരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. സോ ഫസ്റ്റ് ഓൺ ദി ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ബേസിൽ എങ്ങനെയാണ് കമ്പനീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ളത്, എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ചാർട്ടേഡ് കമ്പനീസ് എന്താണെന്ന് എല്ലാവരും വായിച്ച് നമ്മളുടെ നല്ലതായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ വായിച്ചിരിക്കണം. നിങ്ങൾ വായിച്ചാൽ മാത്രമാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി അധികം സ്ട്രെസ് എടുക്കണം. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ലോയുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് കിട്ടും. റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കുക. ഓക്കെ, വായിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലോയുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലാംഗ്വേജ് അല്ല, ലോയുടെ ലാംഗ്വേജ്, നിയമത്തിൻ്റെ ആ ഒരു ലാംഗ്വേജ് നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വായിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ടേഡ് കമ്പനീസ് എന്താണെന്നുള്ളത് എല്ലാവരും വായിച്ചേ. regulated by the charter incorporating it and Companies Act does not apply to it. Examples of such എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെങ്കിൽ ചാർട്ടേഡ് ബാങ്ക്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. such type of companies were in existence ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ്. അതിൻ്റെ ഒരു ചാർട്ടറിൻ്റെ ബേസിൽ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഇതിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിൽ കമ്പനീസ് ആക്ട് 2013 അങ്ങനെയുള്ള കമ്പനീസിന് എന്തല്ല ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ദെൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, നിയമപരമായിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനി ഫോംഡ് ആൻഡ് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്, ഏതെങ്കിലും പ്രത്യേക നിയമപ്രകാരം വന്നിട്ടുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നുള്ളത്. ഓക്കെ, പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെ പാസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ ചാർട്ടേഡ് കമ്പനിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുണ്ട്. റിപ്പീറ്റ് ചെയ്തേ. ദെൻ രജിസ്റ്റേർഡ് കമ്പനിയുണ്ട്. ദീസ് ആർ കമ്പനീസ് ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 എന്ത്? രജിസ്റ്റേർഡ് കമ്പനി. ദിസ് ആക്ട്, എനി അതർ സ്പെഷ്യൽ ആക്ട് ചാർട്ടർ. സോ ഇത്രയും ഓർത്തിരിക്കുക. ചാർട്ടറിൻ്റെ ബേസിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ബേസിൽ ഈ ആക്ട് ഏതാണ്? കമ്പനീസ് ആക്ട് 2013. ഈ 3 രീതിയിലാണ് ഓൺ ഇൻകോർപ്പറേഷൻ നമുക്ക് എന്ത് വരുന്നത്? ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ലയബിലിറ്റിയുടെ കേസിൽ എന്തൊക്കെയാവാം? ലിമിറ്റഡ് ആയിട്ടുള്ളതാവാം, ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ടാവും, അൺലിമിറ്റഡ് ഉണ്ടാവും, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ കമ്പനി ഹാവിംഗ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്. അതായത് ഈ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ ഇവർ ചെറിയ ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതാണല്ലോ നമ്മുടെ മെമ്പേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്.
ഇപ്പം 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു 5000 ഷെയർസ് ഞാൻ വാങ്ങുവാണ് എന്നുണ്ടെങ്കിൽ ആ 5000 ഷെയർസിൽ ഞാൻ 10 രൂപയിൽ 5 രൂപ ഞാൻ കൊടുത്തു. ഇനി ഞാൻ 5 രൂപയും കൂടെ പേ ചെയ്യാനുണ്ട്. ആ 5 രൂപ കമ്പനി എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് ആ കമ്പനിയോട് എത്രയേ ലയബിലിറ്റി ഉള്ളൂ? ആ 5 രൂപ കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റിയെ എനിക്ക് ഉള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഷെയർസിൽ ബാക്കി ഞാൻ എത്ര കൊടുക്കാനുണ്ടോ, ഞാൻ അക്വയർ ചെയ്ത ഷെയറിൽ ബാക്കി ഞാൻ എത്ര അൺപെയ്ഡ് ആയിട്ടുണ്ടോ അത്രയും എമൗണ്ട് മാത്രം ലയബിലിറ്റി എനിക്കുള്ളൂ ആസ് എ ഷെയർ ഹോൾഡർ. അങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് അവർ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു സച്ച് എമൗണ്ട് ആസ് ദ മെമ്പേഴ്സ് മേ റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക്. അവർ മെമ്പേഴ്സ് ആവുന്ന സമയത്ത് തന്നെ പറയും എനിക്ക് ഇത്രത്തോളം എമൗണ്ടിന് ഞാൻ ലയബിൾ ആയിക്കോളാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടാവും. ആ ഒരു എമൗണ്ടിന് ലയബിലിറ്റി വരുന്നതാണ്. ടു കോൺട്രിബ്യൂട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് കമ്പനി ഇൻ ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് വൗണ്ട് അപ്പ്. കമ്പനി പൂട്ടിക്കെട്ടുന്ന സമയത്ത് ഞാൻ ഇത്രത്തോളം എമൗണ്ടിന് ലയബിൾ ആവുമെന്ന് ഒരു എഗ്രിമെന്റ് ത്രൂ തന്നെ കമ്പനി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ദെൻ അൺലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും അവരെ നമുക്ക് ലയബിൾ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, An unlimited company can be formed as the Companies Act 2013 കൂടെ നമ്മൾ എഴുതണം കേട്ടോ എപ്പോഴും. 2013 section 2 subsection 92. Unlimited company means a company not having any limit on liability of its members. മെമ്പേഴ്സിന്റെ ലയബിലിറ്റിയിൽ ലിമിറ്റ് ഒന്നും ഇല്ലാത്ത കമ്പനിനെയാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്. പ്രൈവറ്റ് കമ്പനിയുടെ ലിമിറ്റും പബ്ലിക് കമ്പനിയുടെ ലിമിറ്റും ഒക്കെ അറിയാലോ. അതിനെപ്പറ്റി ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ടല്ലോ. 2 persons 200 ആണ് മാക്സിമം വരുന്നത്. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനി അല്ലാത്തൊരു കമ്പനിയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് അതിന് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 lakhs or such higher amount which may be prescribed, provided that company is a subsidiary of a company not being a private company shall be deemed to be a public company for the purpose of this act even where such a subsidiary continue to be a private company. അതായത് ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി അല്ലാത്ത പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പറഞ്ഞിട്ടുണ്ടാവും പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനേഷൻ. ആ ഡെഫിനേഷനിൽ വരാത്ത ആൾക്കാരാണ് എന്ത് പബ്ലിക് കമ്പനി. ആൻഡ് മാത്രമല്ല ചിലപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനേഷനിൽ വരുന്ന ആളാണ്, പക്ഷേ ആള് വേറൊരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനിയും ബൈ ഡെഫിനിഷൻ പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള ആ ഒരു കമ്പനിയും എങ്ങനെയായിരിക്കും? പബ്ലിക് കമ്പനിയുടെ സ്റ്റാറ്റസിലായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ന്യൂ സെക്ഷൻ 10A. സെക്ഷൻ 10A എന്താണ് എന്ന് ചോദിക്കാൻ നമുക്ക് ഡിഫൈൻ സെക്ഷൻ 10A അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സെക്ഷൻ 10A എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2000 Amendment Act 2019 and having a share capital shall not commence any business or exercise any borrowing power unless ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവർ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഒരു ബിസിനസ് കമൻസ് ചെയ്യാനോ ബോറോയിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യാനോ പാടില്ല. എപ്പോഴാണ്? കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് കമ്പനീസ് ആക്ട്. അമെൻമെന്റ് ഒരു ആക്ട് എന്ന് പറയുമ്പോൾ അതാ 2013 ഉണ്ടാക്കിയ ആക്ട് അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വെച്ചിരിക്കില്ല. ഇതിനകത്ത് ചേഞ്ചസ് വരാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമെൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു അമെൻമെന്റിന് ശേഷം ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന ഈ 2 കാര്യങ്ങൾ ചെയ്യാതെ അവർ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ബിസിനസ് നടത്താനോ അല്ലെങ്കിൽ ബോറോയിങ് പവർ എക്സസൈസ് ചെയ്യാനോ പാടില്ല എന്നാണ് പറയുന്നത്. സോ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിക്ലറേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഡിക്ലറേഷൻ ഈസ് ഫയൽഡ് വിതിൻ എ പീരീഡ് ഓഫ് 180 days. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 180 ദിവസത്തിനുള്ളിൽ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. എന്താണ് ഡിക്ലറേഷൻ? എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാറിൻ്റെ അടുത്തിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. എന്താണ്? എവറി സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം ഹാസ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ഷെയർസ് എഗ്രീഡ് ടു ബി ടേക്കൺ ബൈ ഹിം ഓൺ ദ ഡേറ്റ് ഓഫ് മേക്കിംഗ് സച്ച് ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ എഴുതുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫേസ് വാല്യൂ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട്?
പേ ചെയ്തിട്ടുണ്ട് എന്ന ഒരു കണ്ടീഷൻ ഡിക്ലറേഷനാണ് അവിടെ വേണ്ടത്. അത് എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 180 ഡേയ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 180 ദിവസത്തിനുള്ളിൽ ഇവർ ഒരു ഡിക്ലറേഷൻ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ആൻഡ് ആണ് കണ്ടീഷൻ. ഇതിൽ ഏതെങ്കിലും ചെയ്താൽ പോരാ, ഇതിൽ രണ്ടും ചെയ്യണം. ആൻഡ് എന്താണ് പറയുന്നത്? കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിന്റെ വെരിഫിക്കേഷനും ഫയൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 എന്തൊക്കെ ചെയ്യണം? 180 ഡേയ്സിനുള്ളിൽ ഒരു ഡിക്ലറേഷനിൽ എന്താണ് പറയേണ്ടത്? നമ്മുടെ ഷെയർസ് അക്വയർ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും അവരുടെ നോമിനൽ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. സോ അത്തരം കാര്യങ്ങളാണ് സെക്ഷൻ 10A ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ദെൻ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനറിയാം, നമ്പർ ഓഫ് മെമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പബ്ലിക് ഇൻവിറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ അതായത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന്, അതായത് പൊതുജനങ്ങളിൽ നിന്ന് ക്യാപിറ്റൽ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഇൻവിറ്റേഷൻ എടുക്കാം, അതായത് പബ്ലിക് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുക്കാം, പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എല്ലാവർക്കും ഇല്ലേ, പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ ആരാണ്? 2 ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ 2 ആണ്. പബ്ലിക് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 3 ആണ്. PR2 PU3. ഓക്കെ, എന്താണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്? ഡോക്ടർ PR2, ഡോക്ടർ PU3. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. DR എന്ന് എഴുതുമ്പോൾ നമ്മൾ ഡോക്ടർ എന്ന് വായിക്കില്ലേ? സോ ദെൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി ഇഷ്യൂ ചെയ്യണം, പക്ഷെ പ്രൈവറ്റ് കമ്പനിക്ക് ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം എവിടെ? പബ്ലിക് കമ്പനിയിൽ. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനൊരു സംഭവം ഇല്ല. എൻറേജ്മെന്റ് പ്രൊവിഷൻസ്. പിന്നെ കോറം, അതായത് ഒരു കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആ മീറ്റിംഗ് നമുക്ക് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോറം ഫില്ല് ആവണം എന്നുള്ളത്, ഇത്ര പേര് പ്രസന്റ് ആയിരിക്കണം എന്നൊരു സംഭവമാണ്. അത് കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? കോറം വരുന്നത്. 1000 പേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ 5 പേര് പേഴ്സണലി പ്രസന്റ് ആയാൽ മതി. 1000-ൽ കൂടുതലുണ്ട് എന്നാൽ 5000 താഴെയാണെന്നുണ്ടെങ്കിൽ 15 പേരുണ്ടായാൽ മതി. ഇനി 5000-ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ 30 മെമ്പേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് കോറത്തിൽ പറയുന്നത്. ഇത് പബ്ലിക് കമ്പനിയുടെ കോറമാണ് കേട്ടോ. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ 2 ആണ് കാര്യം. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എന്താണ്? 2 മെമ്പേഴ്സ് ആണ്. ഇതെന്താണ്? ഇത് എന്തിന്റെ കാര്യമാണ്? പബ്ലിക് കമ്പനിയുടെ കോറത്തിന്റെ കാര്യമാണ് പറയുന്നത്. പബ്ലിക് കമ്പനിയുടെ കോറത്തിന്റെ കാര്യം. ഓക്കെ, ദെൻ അത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് എ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വേണം. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് എന്ന് മാത്രം മതി. ഓക്കെ, സോ ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു 8 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ പ്രൈവറ്റ്ലി റേസ് ചെയ്യാവുന്നതാണ്. മിനിമം ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ നോ റെസ്ട്രിക്ഷൻസ് ഇൻ റെമ്യൂണറേഷൻ പേയബിൾ. ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല, പക്ഷെ പബ്ലിക് കമ്പനിയിൽ എന്തുണ്ട്? റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ ഈ പ്രിവിലേജസ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്, അതായത് ഡിഫറൻസിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. കോറം തയ്ക്കാനായിട്ട് 2 പേര് മാത്രം മതി. കോറത്തിന് വേണ്ടിയിട്ട് 2 പേര് മാത്രം മതി. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഞാൻ റൊട്ടേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഡസ് നോട്ട് അപ്ലൈ. ഇനി 2 പേരെ മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, അതുകൊണ്ട് പ്രൈവറ്റ് കമ്പനിയിൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല, റിക്വയർ ആയിട്ട് വരുന്നില്ല. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ അലോട്ട് ന്യൂ ഇഷ്യൂ ടു ഔട്ട്സൈഡേഴ്സിന് ന്യൂ ഇഷ്യൂ നടത്താനായിട്ട് പറ്റും. ഡയറക്ടേഴ്സ് മേ ബി അപ്പോയിന്റഡ് സിംഗിൾ റെവല്യൂഷൻ, അതായത് എല്ലാ ഡയറക്ടേഴ്സിനും ഒരൊറ്റ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു മീറ്റിംഗ് വെക്കുന്ന സമയത്ത് അവിടെ ഉള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും പെർമിഷൻ വാങ്ങുക എന്നുള്ളതാണ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒറ്റ തവണ പെർമിഷൻ വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളൊരു ബെനിഫിറ്റ് എവിടെയുണ്ട്? ഇപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്പർ ഓഫ് മെമ്പേഴ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പനീനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. ഇനിയുള്ളത് OPC. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിൽ സാലിയന്റ് ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. OPC എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ഒറ്റയാൾ
പോരാട്ടമാണ് OPC എന്ന് പറയുന്നത്. ഒരു മെമ്പർ ഉണ്ടായിരിക്കും, ഒരു നോമിനി ഉണ്ടായിരിക്കും. അത്രയും പേരാണ് അതിൽ ഉണ്ടാവുക. ഓക്കെ, 1 person ആയിരിക്കും ഉണ്ടാവുക. കമ്പനി മേ ഫോംഡ് ബൈ ഫോർ എനി ലോഫുൾ പർപ്പസ് ബൈ 1 person where the company to be formed is to be 1 person company, that is to say private company by subscribing his names to a memorandum and complying with the requirement. ഈ 1 person company എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. ദെൻ ഓണർഷിപ്പിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്തായിരിക്കും? ഗവൺമെൻറ്റിന് 50% കൂടുതൽ അല്ലെങ്കിൽ 51% കുറയാതെ, 50% കൂടുതൽ എന്ന് പറയുമ്പോഴും 51% കുറയാതെ എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ 50 തൊട്ട് 51 വരെ ഉള്ളതിൽ നമുക്ക് പല നമ്പറും വരാം അല്ലേ? 50 തൊട്ട് 51 എന്ന് വരുമ്പോഴത്തേക്കിനും 50.5, 50.8 ഒക്കെ വരാം അതിനിടയ്ക്ക് അല്ലേ? സോ അതുകൊണ്ട് 51% കുറയാതെ, കുറയാതെ ഗവൺമെൻറ്റിന്, അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാവാം, അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഗവൺമെൻറ് കമ്പനി, അല്ലാത്തത് നോൺ ഗവൺമെൻറ് കമ്പനി. ദെൻ കൺട്രോളിൻ്റെ ബേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് കമ്പനിയുടെയും പ്രൈവറ്റ് കമ്പനിയുടെയും കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയാണ് പബ്ലിക് കമ്പനി. പക്ഷേ ഒരു പബ്ലിക് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനിഷൻ വരുന്ന കമ്പനി ആണെങ്കിൽ പോലും ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആണ് എന്നുണ്ടെങ്കിൽ അതിനും പ്രൈവറ്റ് എന്നുള്ള സ്റ്റാറ്റസ് അല്ല, പബ്ലിക് എന്നുള്ള സ്റ്റാറ്റസ് വരും എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ എന്താണ് ഒരു സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്? സോ ഡെഫിനിഷൻ പ്രകാരം നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒരു സബ്സിഡിയറി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് കമ്പനി ദാറ്റ് ഹാസ് ദ കൺട്രോൾ ഓവർ അനദർ കമ്പനി. അതായത് ഈ ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിയുടെ മേൽ എന്തുണ്ട്? പവർ ഉണ്ട്. ഇതാണ് H ആണ് പവർഫുൾ. H പവർഫുൾ ഓവർ S, അതായത് സബ്സിഡിയറി കമ്പനിയുടെ മേൽ പവർ ഉണ്ട്. ഓക്കെ, ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു 1 or more other companies means a company of which such companies is a subsidiary company. ഈ പറഞ്ഞിട്ടുള്ള 1 or much such other company എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സബ്സിഡിയറി കമ്പനിയാണ്. ഇതിനകത്ത് ഡയറക്റ്റ് കൺട്രോളും വരാം, ഇൻഡയറക്റ്റ് കൺട്രോളും വരാം. ഓക്കെ, കോമ്പസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് 2 രീതിയിലായിരിക്കും ഈ കൺട്രോൾ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും, ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് പവർ 51% കുറയാതെ അല്ലെങ്കിൽ മോർ ദാൻ 50%. സോ സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ഇനി എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഹോൾഡിംഗ് കമ്പനിക്ക് എന്തുണ്ട്? കോമ്പസിഷൻ, കൺട്രോൾ ഓർ കോമ്പസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ കൺട്രോൾ മോർ ദാൻ വൺ ഹാഫ് ഓഫ് total shares. ഓക്കെ, ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നാഷണാലിറ്റിയുടെ ബേസിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നാഷണൽ കമ്പനി, ഫോറിൻ കമ്പനി. ഇനി ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇന്ത്യയിൽ എന്തുണ്ട്? പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ആൻഡ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? ഫോറിൻ കമ്പനി എന്നുള്ളത്. അതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഒരു ഫോറിൻ കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക? വായിച്ചു വെച്ചിരിക്കുക. അധികം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഒരു സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ചാർട്ടർ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് എന്തെങ്കിലും ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ അതർ ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്പനി. ആ കമ്പനി എന്തിന് എക്സിസ്റ്റൻസിൽ വന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കണം. ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ ഫുൾ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ, സെക്രട്ടറിയുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് 1 or more person റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓതറൈസ് ടു അക്സെപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് കമ്പനിയുടെ ബിഹാഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ, ലെറ്റർ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അയാളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ ആളും ആവാം. ഇനി കമ്പനിയുടെ ഓഫീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ് കാര്യങ്ങൾ, ഫുൾ അഡ്രസ് ഓഫ് ഓഫീസ് ഓഫ് കമ്പനി. ദെൻ എന്താണ്?
ഡിക്ലറേഷൻ വേണം. ഡിക്ലറേഷൻ എന്താണ്? ഈ ഡയറക്ടേഴ്സ് ഒന്നും ആൻഡ് നെവർ ബീങ് കമ്മിറ്റഡ് ആൻഡ് ഡീബാർഡ് ഫ്രം ഫോർമേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളല്ല ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളതാണ്. ആൻഡ് ഈ കമ്പനി വിത്തിൻ 30 days ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഈ ഫോറിൻ കമ്പനി വിത്തിൻ 30 days ഈ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം? രജിസ്റ്ററിൽ ഫോം ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇപ്പം ഇത്രയും നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചുള്ളൂ. ഇനി വേറെ കുറച്ച് ടൈപ്പ് ഓഫ് കമ്പനീസിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നത് മാത്രമാണ് എക്സാമിന് ഇത് എഴുതുന്നത്. PUSC, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 2 crore ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 crore. 2 crore തൊട്ട് 10 crore. ഈ 2 crore നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് അപ് ടു 10 crore വരെ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സോ അതാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ടേൺ ഓവർ എന്ന് പറയുന്നത്, ഇനി TO എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 20 crore, അപ് ടു 20 crore പറ്റും. ഓൾ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആ സച്ച് ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 100 crore കൂടാനായിട്ട് പാടില്ല. ഓക്കെ. ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റാർട്ടപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. ഇതാണ് മെയിനായിട്ട്. എൻറ്റിറ്റി ഇൻകോർപ്പറേറ്റഡ് ആൻഡ് രജിസ്റ്റർഡ് ഇൻ ഇന്ത്യ ഫോർ നോട്ട് മോർ ദാൻ 5 years. 5 വർഷത്തിൽ കൂടുതലായിട്ടില്ല. ആൻഡ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 25 crore. കഴിഞ്ഞ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ലെസ് ദാൻ 25 crores. ലെസ് ദാൻ 25 crores ആണെങ്കിൽ എന്ത്? ടേൺ ഓവർ ആണ്. ടേൺ ഓവർ ലെസ് ദാൻ 25 crores ആയിരിക്കും. ദെൻ അടുത്തൊരു കമ്പനി എന്ന് പറയുന്നത് ഡിഫാക്ട് കമ്പനി. എന്താണ് ഡിഫാക്ട് കമ്പനി? ഡിഫാക്ട് കമ്പനി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 248 അതിനെപ്പറ്റി പറയുന്നത്. കമ്പനി നോട്ട് ക്യാരിങ് ഓൺ എനി ബിസിനസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. കമ്പനി നോട്ട് ക്യാരിങ് എനി ബിസിനസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫോർ എ പീരീഡ് ഓഫ് 2 immediately preceding year. ഒരു കമ്പനിയുടെ വർക്കിംഗ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും അതെന്ത് ചെയ്തിട്ടില്ല? ബിസിനസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെയുള്ള കമ്പനിയാണ് ഡിഫാക്ട് കമ്പനി. ഡിഫൈൻ ഡിഫാക്ട് കമ്പനി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഡിഫാക്ട് കമ്പനി എന്ന് ചോദിച്ചാൽ, ഡിഫൈൻ അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ എന്ന് ചോദിച്ചാൽ എന്തെഴുതും? കഴിഞ്ഞ 2 വർഷത്തെ ഇത് കാര്യങ്ങൾ നോക്കുമ്പോൾ ആ 2 വർഷത്തിൽ അവർ എന്ത് ചെയ്തിട്ടില്ല? ബിസിനസ് ചെയ്തിട്ടില്ല. ആര്? ഡിഫാക്ട് കമ്പനി. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 248. ഇപ്പം തന്നെ പഠിച്ചു പോയ സെക്ഷൻ 248. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്ത് ചെയ്തിട്ടില്ല? നോ ബിസിനസ്. ഓക്കെ, നോ ബിസിനസ്. അത് മാത്രമല്ല, ആൻഡ് ഹാസ് നോട്ട് മെയ്ഡ് ആൻ ആപ്ലിക്കേഷൻ വിത്തിൻ സച്ച് പീരീഡ് ഫോർ ഒബ്റ്റൈനിങ് ദി സ്റ്റാറ്റസ് ഓഫ് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി എന്താണെന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കാം. അപ്പം കുറച്ചുകൂടി മനസ്സിലാവും. ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ വെച്ച കമ്പനി. ഇൻആക്റ്റീവ് കമ്പനി. ഡോർമെന്റ് കമ്പനിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് ഇൻആക്റ്റീവ് കമ്പനി. ഇൻആക്റ്റീവ് കമ്പനി മേ ടേക്ക് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ ദ ആക്ട് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്റ്റ്. ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അത് ഇത്ര നാളത്തേക്കിന് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഡിഫാക്ട് കമ്പനിയാണ്, കഴിഞ്ഞ 2 വർഷം അവർ എന്ത് ചെയ്തിട്ടില്ല? ബിസിനസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഡോർമെന്റ് കമ്പനിയുടെ സ്റ്റാറ്റസ് അപ്ലൈ ചെയ്തു എങ്കിൽ പ്രശ്നമില്ല. ഇല്ല, അപ്ലൈ ചെയ്തിട്ടില്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താവും? ഡിഫാക്ട് കമ്പനിയാവും. ഡോർമെന്റ് അല്ല, ഡിഫാക്ട് കമ്പനിയാവും. സോ അതാണ്. പിന്നെ ലിസ്റ്റഡ് കമ്പനി, അതായത് അവരുടെ ഷെയർസ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് കമ്പനി, ഇല്ലാന്നുണ്ടെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനി. അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തല്ല, സബ്സിഡിയറി കമ്പനിയല്ല. അതിനകത്ത് വളരെ കീ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ദറ്റ് അതർ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റൊരു കമ്പനിക്ക് ഈ കമ്പനിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കമ്പനി, ഇനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. അസോസിയേറ്റ് കമ്പനിയിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സോ അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത്, എങ്ങനെയാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? പറ രാഷു.
റിയാന, ബഷീർ, അർപ്പിത പറഞ്ഞേ കേൾക്കട്ടെ, അറിയാവുന്നവർ പറഞ്ഞേ കേൾക്കട്ടെ. എങ്ങനെയാണ് ഒരു അസോസിയേറ്റ് കമ്പനി സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? പറ. അതായത് യെസ്, 20%, അറ്റ്ലീസ്റ്റ് 20% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ. ടോട്ടൽ വോട്ടിംഗ് പവറിന് അറ്റ്ലീസ്റ്റ് 20% ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ എൻ്റെ കക്ഷത്തിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. 20% 20% ഉണ്ട്. അതാണ് എന്ത്? അസോസിയേറ്റ് കമ്പനി എന്നുള്ളത്. അസോസിയേറ്റ് കമ്പനി എന്താണ്? 20% ഉണ്ട്. ഓക്കെ അല്ലേ? അസോസിയേറ്റ് കമ്പനി മറക്കരുത്. എന്താണ് കീ ടേം? എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. significant influence. Okay. And നമ്മുടെ ഡെഫിനിഷനിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇൻക്ലൂഡ്സ് ജോയിന്റ് വെഞ്ചർ. ഈ അസോസിയേറ്റ്, ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ളവരെ മാത്രമല്ല, ഒരു ജോയിന്റ് വെഞ്ചറിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? അസോസിയേറ്റ് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ജോയിന്റ് വെഞ്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ജോയിന്റ് അറേഞ്ച്മെന്റ് വെയർ ബൈ ദ പാർട്ടീസ് ഹാവ് ജോയിന്റ് കൺട്രോൾ ഓഫ് ദ അറേഞ്ച്മെന്റ്, ഹാവ് റൈറ്റ്സ് ടു നെറ്റ് ദ അസറ്റ്സ് ഓഫ് ദ അറേഞ്ച്മെന്റ്സ്. ജോയിന്റ് കൺട്രോൾ ഓഫ് അറേഞ്ച്മെന്റ്സ്. ആ ഒരു മെയിൻ ആയിട്ട് ജോയിന്റ് അറേഞ്ച്മെന്റ്സ്, വെയർ ജോയിന്റ് കൺട്രോൾ ഓഫ് അറേഞ്ച്മെന്റ്സ്. Parties that have joint control of money arrangement have rights എന്തിനു വേണ്ടിയിട്ട്? net assets of the arrangement. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? then ഒരു പ്രൊഡ്യൂസർ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്ന് നോക്കിയേ. ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊവിഷൻ. നമ്മുടെ സെക്ഷൻ, നമ്മുടെ കമ്പനീസ് ആക്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്തില്ല? ഒരു പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ബട്ട് സ്റ്റിൽ എന്താണ് ഒരു പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ? Primary produce means produce of farmers arising out of agriculture അല്ലെങ്കിൽ animal husbandry, in horticulture, pisciculture, viticulture, forestry, forest products, revegetation, bee raising, farming, ഇങ്ങനെ produce of persons engaged in handloom, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കമ്പനീസിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡ്യൂസർ കമ്പനി. മെമ്പർഷിപ്പ് ഓഫ് പ്രൊഡ്യൂസർ കമ്പനീസ് ഈസ് ഓപ്പൺ ടു സച്ച് എ പേഴ്സൺ ഹു ദംസെൽഫ് ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ആയിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയത്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്ത്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. സോ നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണ് വാട്ട് യു മീൻ ബൈ പ്രൊഡ്യൂസർ കമ്പനി അല്ലെങ്കിൽ ഡിഫൈൻ പ്രൊഡ്യൂസർ കമ്പനി എന്ന് ചോദിച്ചാൽ എന്തെഴുതും? ഡെഫിനിഷൻ ആയിട്ട് നമ്മളുടെ ആക്ടിലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അവരൊക്കെ പറഞ്ഞു കൊടുക്കണം. ഡെഫിനിഷൻ ചോദിച്ച കാര്യമില്ല, ഡെഫിനിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഞങ്ങൾ പറഞ്ഞു തരാം, എന്താണെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതണം. എന്താണ് ഒരു മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഡ്യൂസർ കമ്പനി? ആർക്കൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്? സച്ച് പേഴ്സൺ അവർ എങ്ങനെയാണ്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ദാറ്റ് ഈസ് പേഴ്സൺ എൻഗേജ് ഇൻ ദ ആക്ടിവിറ്റി കണക്റ്റഡ് വിത്ത് റിലേറ്റഡ് ടു പ്രൈമറി പ്രൊഡ്യൂസ്. എന്താണ് പ്രൈമറി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രൊഡ്യൂസ് ഫാമേഴ്സ്, ആനിമൽ ഹസ്ബൻഡറി, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, പിസ്കിക്കൾച്ചർ, വിറ്റിക്കൾച്ചർ, ഫോറസ്റ്റ് റീവെജിറ്റേഷൻ, ബീ റേസിംഗ്, ഫാർമേഷൻ. ഇത് നിങ്ങൾ കുറേ തവണ വായിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൾച്ചറൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഫ്ലോറിക്കൾച്ചർ, പിസ്കിക്കൾച്ചർ, വിറ്റിക്കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൾച്ചറൊക്കെ കയറി വരും. സോ ഈ കൾച്ചറൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക കേട്ടോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടി. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിലെ ഹോർട്ടിക്കൾച്ചർ എന്താണ്, ഫ്ലോറിക്കൾച്ചർ എന്താണെന്നൊന്നും ചോദിക്കില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പോവുക. അതാകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കും. അതുകൊണ്ട് സോ പ്രൈമറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓപ്പൺ ആയിട്ടുള്ളതാണ് എന്ത്? പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. Any 10 or more each of them being a producer company. 10 അതിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസർ കമ്പനി ചെയ്യാം. ഇനി ഒരു നിധി കമ്പനി നേരത്തെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്ത് നിധി കമ്പനി എന്താണ് എന്നുള്ളത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ നിധി കമ്പനി എന്താണ്? ഇൻകോർപ്പറേറ്റഡ് വിത്ത് an object of cultivating habit of thrift അല്ലെങ്കിൽ സേവിങ്സ് എമംഗ്സ് മെമ്പേഴ്സിൽ സേവിങ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്പനിയാണ് നിധി കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് റിസീവിങ് ഡെപ്പോസിറ്റ് ഫ്രം ആൻഡ് ലെൻഡിങ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി ഫോർ ദെയർ മ്യൂച്വൽ ബെനിഫിറ്റ്. ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇല്ലാത്ത ആളുടെ കൊടുക്കുന്നു. ആൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമുള്ള ആൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ മെമ്പേഴ്സിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഓരോ മെമ്പേഴ്സും മ്യൂച്വലി ബെനിഫിറ്റ് എടുക്കുകയാണ്. സോ അങ്ങനെ ഒരു കമ്പനിനെയാണ് എന്തെന്ന് പറയുന്നത്, നിധി കമ്പനി എന്ന് പറയുന്നത്. നിധി കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്? ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്, അതായത് സേവിങ്സ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ സേവിങ്സ് എമംഗ് ആരുടെ, അവരുടെ മെമ്പേഴ്സിൻ്റെ അടുത്താണ്. അല്ലാതെ എല്ലാ നാട്ടിലും വഴി കൂടെ പോകുന്നവരുടെ അടുത്ത് ഒന്നും പോയിട്ട് നിങ്ങൾ സേവ് ചെയ്യണം, നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യണം, നിങ്ങൾ എന്നിട്ട് ആ കമ്പനിയിലെ മെമ്പേഴ്സിന് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാൻ കൊടുക്കുക, അങ്ങനെയല്ല. മെമ്പേഴ്സ് തന്നെ, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ക്യാഷ് കളക്ട് ചെയ്യുന്നു, ആവശ്യമുള്ള മെമ്പേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത് ചാരിറ്റി, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്, സ്പോർട്സ്, ആർട്സ്, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഒബ്ജക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റ് എന്താണ്? പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്ട്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അങ്ങനെ കുറച്ച് ഒബ്ജക്ട്സ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ് എന്ത്, ഒബ്ജക്ട്സ്. ഇതിന് നമുക്ക് NPO എന്ന് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ്, NPOs എന്നൊക്കെ പറയില്ലേ. സോ NPOസിന് എന്താണ്, ഒബ്ജക്ട്സ് ഉണ്ട്. ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നതല്ല അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് അവരുടെ എന്തൊക്കെയാണ്? കൊമേഴ്സ്, ആർട്ട്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അങ്ങനെ കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്. യെസ്, ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. OPCയിലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി കമ്പനി ലോയിൽ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ് അതോറിറ്റീസ് ഉള്ളത്? സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി ലോ ബോർഡ്, അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി ബോർഡ്. ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി ബോർഡ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു കമ്പനിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി ബോർഡ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിനെ പറ്റി അറിയാലോ. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ. കോമ്പറ്റീഷൻ ആക്ട് 2002. സോ ഇതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. നിങ്ങൾ വായിച്ച് വെച്ചിരിക്കുക. 4 അതോറിറ്റീസ് ആണുള്ളത് മെയിനായിട്ട്. പിന്നെ നാഷണൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ പേരെന്താണ്, NCLT. നമ്മൾ എവിടെയാണ് പഠിച്ചത്? സാലിയൻ ഫീച്ചേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ NCLT? Central government has to establish a tribunal to known as a National Company Law Tribunal. Consists of എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് അവിടെ? അതിനകത്ത് പ്രസിഡന്റ് ഉണ്ട്, such members of judicial and technical members as may be deemed necessary. ആവശ്യമായിട്ടുള്ള മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവും. പ്രസിഡന്റ് ഉണ്ടാവും, ജുഡീഷ്യൽ ടെക്നിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സും അവിടെ as per the necessity ഉണ്ടാവും എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. പ്രസിഡന്റും എല്ലാ മെമ്പേഴ്സും 5 ഇയർ പീരീഡിലേക്കായിരിക്കും അപ്പോയിൻമെന്റ് ആവുക. പ്രസിഡന്റിന് റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 67 വയസ്സാകുമ്പോൾ ആൾക്ക് റിട്ടയർ ചെയ്യാം. മറ്റ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 65 വയസ്സാകുമ്പോൾ. 50 ഇയേഴ്സ് ഈസ് എലിജിബിൾ ഏജ് ഫോർ അപ്പോയിൻറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ 50 വയസ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. എവിടെ? NCLTയിൽ അപ്പോയിൻറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ എത്ര വയസ്സെങ്കിലും ഉണ്ടാവണം? മിനിമം 50 വയസ്സെങ്കിലും ഉണ്ടാവണം. മിനിമം 50 years old.
മാക്സിമം അവർക്ക് എത്ര വരെ വർക്ക് ചെയ്യാം? 67 ആൻഡ് എത്രയായിരുന്നു? 65. പ്രസിഡന്റ് ആണെങ്കിൽ 67 വയസ്സ് വരെ പോവാം, അല്ലാത്തവരാണെങ്കിൽ 65 വയസ്സ്. ഇനി ഈ ഒരു ട്രിബ്യൂണലിന്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത് ചോദിച്ചാൽ സെക്ഷൻ 420 പറയുന്നത്. സെക്ഷൻ 420 എന്താണ് പറയുന്നത്? വായിച്ചു നോക്കിയേ. Tribunal may, after giving parties to any proceedings before it, reasonable opportunity, ഒരു ട്രിബ്യൂണൽ ഒരു ഓർഡർ കൊണ്ടുവരുവാണ്, ഒരു നിയമ നടപടി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്ടീസിന് ഒരു ഓപ്പർച്യൂണിറ്റി, റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. The tribunal may at any time within 2 years from the date of the order, with a view to rectify any mistake apparent from the order, amend any order passed by it. അതായത് ഇപ്പൊ നമ്മളൊരു നിയമ നടപടി എന്ത് ചെയ്തു, സ്വീകരിച്ചു, ഒരു പണിഷ്മെന്റ് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. ആ ഒരു 2 വർഷത്തിനുള്ളിൽ ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനായിട്ട് ആർക്ക് തീരുമാനിക്കാം? NCLTക്ക് തീരുമാനിക്കാം. വിത്തിൻ 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. എന്തിനു വേണ്ടിയിട്ട്? ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് പോസിബിൾ. യെസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കോർട്ട്സ് ആണുള്ളത്? കോർട്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട് ഉണ്ടാവും. ഹൈക്കോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? jurisdiction in relation to the place at which registered office of company is concerned is situated, except to the extent of which jurisdiction has conferred on any district court അല്ലെങ്കിൽ district court subordinate to the high court under subclause 2. അത് subclause 2 എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് subclause 2 എന്ന് പറയുന്നത് ഈ ക്ലോസ് 2നെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ കോർട്ട് ഓഫ് സെഷൻസ് ഉണ്ട്, സ്പെഷ്യൽ കോർട്ട് ഉണ്ട്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഉണ്ട്. കോർട്ട് എന്ന് പറയുമ്പോൾ ഈ 5 കോർട്ട്സ് ആണുള്ളത്. സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, കോർട്ട് ഓഫ് സെഷൻസ്, സ്പെഷ്യൽ കോർട്ട്, മജിസ്ട്രേറ്റ്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. ഇനി ഒരു ലിക്വിഡേറ്റർ ആരാണ്? ഒരു കമ്പനീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ലിക്വിഡേറ്റർ ആരാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹു ഈസ് എ ലിക്വിഡേറ്റർ? ഹലോ ബെൻസൺ വർഗീസ്, ഹലോ. ഒരു ലിക്വിഡേറ്റർ ആരാണ് അറിയാമോ? സോ നമ്മൾ കുറെ നാളായാലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ പറഞ്ഞ കേൾക്കട്ടെ, ആരാണ് ഒരു ലിക്വിഡേറ്റർ? ഒരു കമ്പനീനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹു ഈസ് എ ലിക്വിഡേറ്റർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹു ഈസ് എ ലിക്വിഡേറ്റർ? ഓക്കെ, യെസ്. സോ ലിക്വിഡേറ്റർ എന്ന് പറയുന്ന സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനിക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരു പെർപ്പച്വൽ സക്സഷൻ്റെ എൻഡ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പാണ്. ആ ഒരു വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് വൈൻഡിങ് അപ്പ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കമ്പനി NCLT അല്ലെങ്കിൽ MCAക്ക് അയക്കുന്ന ആ ഒരു ഓഫീസറിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ഇസ് എൻ ഓഫീസർ അപ്പോയിൻറ്റഡ് എപ്പോൾ when company goes into liquidation, കമ്പനി ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ, ദാറ്റ് ഹി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ കളക്ടിങ് ഓൾ എല്ലാ അസറ്റും കണ്ടുകെട്ടി അത് വിറ്റ് എന്നിട്ട് എന്ത് ചെയ്യണം? കടങ്ങളൊക്കെ കൊടുത്ത് തീർക്കാനായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ത്? ലിക്വിഡേറ്റർ. ഹു ഈസ് എ ലിക്വിഡേറ്റർ അല്ലെങ്കിൽ ഡിഫൈൻ ലിക്വിഡേറ്റർ അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ലിക്വിഡേറ്റർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇതാണ് എഴുതേണ്ടത്, ഓഫീസർ അപ്പോയിൻറ്റഡ്. എപ്പോഴാണ്? വെൻ കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ. ആ സമയത്ത് ആൾ എന്ത് ചെയ്യും? അസറ്റ്സ് കളക്ട് ചെയ്ത് circumstances and setting all the എല്ലാ ക്ലെയിംസും സെറ്റ് ചെയ്യും against the company before putting into dissolution. കമ്പനി പൂട്ടിക്കെട്ടുന്നതിന് മുമ്പായിട്ട് കമ്പനിക്ക് ഏതൊക്കെ ബാധ്യതയുണ്ടോ അതിൻ്റെ അസറ്റ്സ് ഒക്കെ കണ്ടുകെട്ടി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് ഒക്കെ ഈ ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് എന്ത്? ലിക്വിഡേറ്റർ. ആരാണ് ലിക്വിഡേറ്റർ? Yes, their duty is to ascertain the liability. Liquidators are appointed either by the tribunal in case അല്ലെങ്കിൽ compulsory winding up അല്ലെങ്കിൽ company
നിർബന്ധമായിട്ട് നിയമപ്രകാരം തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ NCLT ആയിരിക്കും എന്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കമ്പനി സ്വയമേ നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് തന്നെ ട്രിബ്യൂണലിൽ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ അസറ്റ് എല്ലാം വിറ്റ് ലയബിലിറ്റീസ് എല്ലാം പേ ചെയ്ത് കഴിഞ്ഞു. ലയബിലിറ്റീസ് എല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ടും അസറ്റ്സ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം, കോൺട്രിബ്യൂട്ടറീസിന് കൊടുക്കണം. ആർക്ക് കൊടുക്കണം, കോൺട്രിബ്യൂട്ടറീസിന് കൊടുക്കണം. ദെൻ സെബി, ഒരു കമ്പനി പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ബോർഡ് ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്താണ് ഈ ഒരു ബോർഡ്, എന്തിനാണ് ഈ ഒരു ബോർഡ്, റീസൺസ് ടു ഫോം ഒരു സെബി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസസ് മാനിപ്പുലേറ്റഡ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും അത് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമായിട്ട് ഒരു ബോർഡ് വേണം. ദ സെക്യൂരിറ്റീസ് Exchange Board of India, SEBI, came into existence. Price rigging, a group of speculators buy the securities and they will buy and sell securities themselves. പ്രൈസ് മാർക്കറ്റിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ പ്രൈസ്, ഒരു ഷെയറിൻ്റെ പ്രൈസ് കൂട്ടാനായിട്ട് ഒരു റെസ്പെക്റ്റീവ് സ്പെക്കുലേറ്റേഴ്സ് കുറച്ച് പേര് വന്നിട്ട് വാങ്ങും വിൽക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും അവരുടെ ഉദ്ദേശിച്ച രീതിയിൽ അവർ എന്താ പറയുക ആയിട്ട് അവർക്കറിയാം എന്ത് ചെയ്താൽ എങ്ങനെ കൂടും എന്നുള്ള കാര്യം അവർക്കറിയാം ബൈ എക്സ്പീരിയൻസ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്തിട്ട് പ്രൈസ് കൂട്ടാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെയുള്ള ഇതിനെയാണ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, സെബി വന്നിട്ടുള്ളത്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഡിലേ ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് സെറ്റിൽ ചെയ്യുന്നതിൽ, ലിസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഡിലേ ഉണ്ടായ സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സെബി, അത് ഒരു കാരണമായി, ഈ ഡിലേ ഒരു കാരണമായി സെബി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്, ശരിയായിട്ടല്ല ഒന്ന് നടക്കുന്നത്, അപ്പം എല്ലാം നോക്കി നടത്താൻ ഒരു ആള് വേണം എന്ന് തീരുമാനിച്ചപ്പോൾ ആര് വന്നു, സെബി വന്നു. ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ വലുതായിട്ടൊന്നും പറയാനില്ലല്ലോ അതിനകത്ത്. ദെൻ ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ് നോ പ്രോപ്പർ കൺട്രോൾ ഓവർ ആക്ടിവിറ്റീസ് ഓഫ് ദി ജോബേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. മെനി ഓഫ് ദി ബ്രോക്കേഴ്സ് ഹാവ് നോ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും സെബി വന്നു. ഇനി ഈ സെബി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഈ ഒരു ബോർഡിലുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവർ ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്നു ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റിലും അവർ എന്ത് ചെയ്യുന്നു, ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്നു. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, കറക്റ്റ് 3 പോയിന്റ്സ് അല്ലേ, 3 മാർക്കിന് ചോദിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഫങ്ഷൻസ് ഓഫ് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 ക്രിസ്റ്റ മൊഡ്യൂൾ 1, നമ്മുടെ മൊഡ്യൂൾ 1ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മൊഡ്യൂൾ 1ന്റെ റിവിഷനാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1ന്റെ റിവിഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഒരു സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്തിനാണ് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ സെബി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റ യു നോ ദാറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് സെബിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ദെൻ വേറെ കുറച്ചും കൂടെ ഉണ്ട്, ലെവി ഫീസസ് അല്ലെങ്കിൽ അതർ ചാർജസ്, റിസർച്ച് ഫോർ എബോവ് പർപ്പസ്, ഈ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലന്റ് അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. നേരത്തെ പറഞ്ഞില്ലേ, പ്രൈസ് സ്പെക്കുലേറ്റേഴ്സ് വന്നിട്ട് പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഫെയർ ഡീലിങ്സിന് കുറവുണ്ടാവുക, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അതിനെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് നിൽക്കുന്നത്, കൊണ്ടുവന്നത് അതിനാണ്. അപ്പം പിന്നെ അവർ ചെയ്യുന്നതും അത് തന്നെ ആയിരിക്കില്ലേ. യെസ്, പ്രൊമോട്ടിങ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റേഴ്സ് ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു സെബി. ഓൾസോ ഇൻസൈഡർ ട്രേഡിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ മേലിൽ പറഞ്ഞു. അപ്പം ഒബ്വിയസ്ലി ഇവർ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നുണ്ടാവുക, സിമ്പിൾ. അപ്പോൾ ഈ 2 പോയിന്റ്സ് നമുക്ക് ഇന്റർചേഞ്ചബിളി പഠിക്കാവുന്ന കാര്യം തന്നെയാണ്. ദെൻ ഇനി ഒരു സെബിയുടെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും, അവിടെ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒഫീഷ്യൽസ് ഓഫ് മിനിസ്ട്രീസ്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു 2 മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ റിസർവ് ബാങ്ക് RBIയിൽ നിന്നുള്ള 2 ഒരാളുണ്ടാവും, RBIന്ന് ഒരാള്, CGന്ന് 2 പേരുണ്ടാവും.
പിന്നെ ഒരു ചെയർമാൻ, സ്വന്തമായി കസേരയുള്ള മാൻ, ചെയർമാൻ. ഓക്കെ, സോ പണ്ടത്തെ ഒരു സ്ഥിരം കുസൃതി ചോദ്യമായിരുന്നു, സ്വന്തമായി ചെയറുള്ള മാൻ, ചെയർമാൻ. യെസ്, then two other members appointed by CG who are professionals having experience and special. ഇവിടെ ഈ ഒരു മേഖലയിൽ കുറച്ച് വിവരമുള്ള ആൾക്കാരും കൂടെ ബോർഡിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് 2 പേരെ കൂടെ അപ്പോയിന്റ് ചെയ്യും, വേറെ 2 പേര്. അപ്പൊ എത്ര പേരായി? 2, 3, 3 2 5, 5 1 CM, 6 പേര് ആയി. ഇനി ഡിപ്പാർട്ട്മെന്റ്സ്, പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇഷ്യൂ മാനേജ്മെന്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ലീഗൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സെബിയുടെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സെബി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. പവേഴ്സ് എന്തൊക്കെയാണ്? അതായത് ആർക്കുള്ള പവേഴ്സ്, സെബിക്ക് എന്തൊക്കെ പവേഴ്സ് ആണ് ഉള്ളത്? സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആൻഡ് ബോർഡ് ഓഫ് ഇന്ത്യക്ക് എന്തൊക്കെ പവേഴ്സ് ആണ് ഉള്ളത്? കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻഫർമേഷൻസ് ചോദിക്കാം. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് മസ്റ്റായിട്ട് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നിയമമാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കമ്പൽ ചെയ്യാം. ആർക്ക് കമ്പൽ ചെയ്യാം? സെബിക്ക് കമ്പൽ ചെയ്യാം. പവേഴ്സ്, വാട്ട് ആർ ദ പവേഴ്സ്? നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണ്. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെബി എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉത്തരവാണ് നിങ്ങൾ എഴുതേണ്ടത്. പീരിയോഡിക്കൽ റിട്ടേൺസ് ചോദിക്കാം, എക്സ്പ്ലനേഷൻ ചോദിക്കാം, ഇൻഫർമേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർസ് മസ്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യണം നിർബന്ധമുണ്ട്. അതിന് അവരെ കമ്പൽ ചെയ്യാം, നിർബന്ധിക്കാം. നിങ്ങളത് ലിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഗീവ് ഡയറക്ഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ജനറൽ ആൻഡ് പർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ജനറൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും എന്ത് ചെയ്യാം? ഡയറക്ഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ സൂപ്പർസീഡ് ദ ഗവൺമെന്റ് ബോഡി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സസ്പെൻഡ് ദ ബിസിനസ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗ്രാൻഡ് റെക്കഗ്നീഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കുന്നത് ആരാണ്? സെബിക്ക് റെക്കഗ്നീഷൻ കൊടുക്കാം. കൊടുത്ത റെക്കഗ്നീഷൻ അവർക്ക് വിഡ്രോ ചെയ്യാം. റെക്കഗ്നീഷൻ കൊടുക്കാം, വിഡ്രോ ചെയ്യാം. ഇവർക്ക് അതിന് രണ്ടിനുള്ള റൈറ്റ് ഉണ്ട്. കോൺട്രാക്ടിങ് സർട്ടൻ കേസസ് കോൺട്രാക്ടർക്കുള്ള റൈറ്റ് ഉണ്ട്. ഡിക്ലെയർ ആപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 17 എന്താണ്? സെക്യൂരിറ്റീസ് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലേഴ്സിന് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നതാണ് സെക്ഷൻ 17 ഡീൽ ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങളിൽ ആപ്ലിക്കബിലിറ്റി ഒക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ട് ആർക്ക് റൈറ്റ് ഉണ്ട്? സെബിക്ക് റൈറ്റ് ഉണ്ട്. Then registration to intermediaries and levy fees and other charges for carrying out purpose of registration. ഇത്രയുമൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പവേഴ്സ്. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെബി എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു 8 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം ദേ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും മസ്റ്റായിട്ട് അത് വായിച്ചിരിക്കാം. ഇനി ഒരാളെ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഫസ്റ്റ് സാറ്റ് ഫോം ചെയ്തത് 1995 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അതായത് സെബിയുടെ ഫുൾ ഫോം, അതുപോലെ തന്നെ NCLT, CSR, ഇതുപോലത്തെയുള്ള ഫുൾ ഫോം എല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സാറ്റ് പണ്ടത്തെ സാറ്റ് അല്ല, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. സോ എത്ര പേർക്കറിയാം സാറ്റ് കളി എന്താണെന്നുള്ളത്? എത്ര പേർക്കറിയാം? സോ ഇവിടെയുള്ള എത്ര പേര് കളിച്ചിട്ടുണ്ട്? സാറ്റ് കളിച്ചിട്ടുള്ള ജനറേഷനാണ് ഇവിടെ ഉള്ളതെന്നൊന്ന് നോക്കട്ടെ. സാറ്റ് ആണല്ലേ? അതെ. ഓക്കെ, അപ്പൊ സാറ്റ് കളിച്ചിട്ടുള്ളവരും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു. സോ ഞാനും കളിച്ചിട്ടുണ്ട്. സോ ആ സാറ്റല്ല ഈ സാറ്റ്. ഫസ്റ്റ് സാറ്റ് 1995 ഫോം ചെയ്തിട്ടുള്ളത്. സാറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിയർ ആൻഡ് ഡിസ്പോസ് അപ്പീൽസ് എന്ന് പറയുമ്പോൾ പരാതികൾ എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് പാസ്ഡ് ബൈ സെബി or by adjudication officer under the act as a jurisdiction, power and authority conferred in the tribunal by or under this act or any other law for the time being in force. ഈ ട്രിബ്യൂണലിൽ 3 പേര് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള 2 പേര്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കമ്പോസിഷൻ വരുന്നത്. മെയിനായിട്ട് സെബി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഓഫീസേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഓർഡേഴ്സ്, അതിൻ്റെ മേൽ അപ്പീൽസ്
കൊടുക്കുന്നത് എവിടെയാണ്? സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിലാണ് ഈ അപ്പീൽ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ നമ്മൾ ഒരു പ്രിസൈഡിങ് ഓഫീസറിന്റെ കാര്യം പറഞ്ഞു. 3 members ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ 3 members ഉണ്ടാവണം. അതിലൊരാൾ പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കണം. ആൻഡ് ബാക്കി 2 പേര് സെൻട്രൽ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ പ്രിസൈഡിങ് ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, person may be sitting and retired judge. സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജസ്, അതായത് എക്സിസ്റ്റൻസ് ഇപ്പം ജഡ്ജായിട്ടിരിക്കുന്ന ഒരു സുപ്രീം കോടതിൻ്റെ ജഡ്ജായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ സുപ്രീം കോടതിൻ്റെ ജഡ്ജായിട്ട് റിട്ടയർ ചെയ്ത ആൾ, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ സിറ്റിംഗ് ആൻഡ് റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ടിൻ്റെ സിറ്റിംഗ് അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജ് ഹു ഹാവ് കംപ്ലീറ്റഡ് at least 7 years of service. എത്രയാണ്? at least 7 years. എവിടെ? ഹൈക്കോർട്ട് ആണെന്നുണ്ടെങ്കിൽ, HC ആണെന്നുണ്ടെങ്കിൽ, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോർട്ടിലെ CJ അല്ലെങ്കിൽ HC ആണെന്നുണ്ടെങ്കിൽ 7 years മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി മെമ്പേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, സ്റ്റാൻഡിങ് ആൻഡ് ഹി ഹാസ് ഷോൺ ദ കപ്പാസിറ്റി ഇൻ ഡീലിംഗ് വിത്ത് പ്രോബ്ലംസ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തെളിയിച്ച ഒരാളായിരിക്കണം മെമ്പേഴ്സായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇനി ഈ സാറ്റിന് എന്തൊക്കെ പവേഴ്സ് ആണ് ഉള്ളത് നോക്കുവാണെങ്കിൽ, സമ്മോണിങ് ആൻഡ് എൻഫോഴ്സിങ് അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ആൻഡ് ഓൾ, അതുപോലെ തന്നെ റിക്വയറിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, റിസീവിംഗ് evidence on affidavits, issuing commissions of examination of witness or documents, reviewing decisions in a review ചെയ്യുക, dismissing the application for default അല്ലെങ്കിൽ deciding it ex parte any other matter which may be prescribed ചെയ്തിട്ടുള്ള മറ്റ് matters. So ഇത്രയുമാണ് what are the powers എന്ന് ചോദിച്ചാൽ, what are the powers 3 മാർക്കിന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ 3 പോയിന്റ് എഴുതിയാൽ മതി, 3 പവേഴ്സ് എഴുതിയാൽ മതി. പവേഴ്സ് ഓഫ് സാറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്തോളാം. യെസ്. ഇനി ആർക്കൊക്കെ അപ്പീൽ കൊടുക്കാം? ഈ സെബിയുടെ ഓർഡർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓതറൈസ്ഡ് പേഴ്സന്റെ ഓർഡറിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പീൽ കൊടുക്കുന്നത് എവിടെയാണ്? സാറ്റിലാണ് കൊടുക്കുന്നത്. ഇനി ആർക്കൊക്കെ കൊടുക്കാം? അഗ്രീവ്ഡ് ബൈ എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ആൻ ഓർഡർ ഓഫ് സെബി അല്ലെങ്കിൽ ബൈ ഓർഡർ ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. ഈ 2 ആൾക്കാർ, ഓഫീസറിന്റെ അഡ്ജുഡിക്കേറ്റഡ് ഓഫീസറിന്റെ അല്ലെങ്കിൽ സെബിയുടെയോ ഓർഡറിൽ എഫക്റ്റഡ് ആയിട്ടുള്ള അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കാണ് സാറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റുന്നത്.